ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ചിക്കൻ വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. അതിന് ആകെ 3 ഇൻഗ്രീഡിയൻസേ വേണ്ടു. അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഏത് പാനിൽ വേണമെങ്കിലും വെക്കാം കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് പിന്നെ വേപ്പിൻ്റെ ഇല ആദ്യം ഇടണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ ആ ഫ്ലേവറൊക്കെ അതിൽ ആ എണ്ണയിലുണ്ടല്ലോ നല്ല ഒരു സ്മെല്ല് വരും. അതിന് ശേഷം ചുവന്നുള്ളിയാണ് ഒരു 20 ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ടാകും. 1 കിലോ ചിക്കനാണ്. 20 ചതച്ചതിട്ട് നമ്മൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് എളുപ്പത്തിലാവാൻ വേണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ചതയ്ക്ക് തന്നെ വേണം, ചതച്ചിടണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. മിക്സിയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പെട്ടെന്ന് മിക്സിയിലാവുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അരയ്ക്കാൻ പറ്റില്ല, ചതയ്ക്കണം. അതിന് ശേഷം അതൊന്നൊരു വാട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ ചേർക്കുന്നത് ഉണക്കമുളകിൻ്റെ പൊടിയാണ്. അത് 4 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ടത്. അത് ഓരോരുത്തരുടെ കയ്യിലുള്ള മുളക് എരിവുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അളവനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ അതിട്ട് നല്ല ഇളക്കി കൊടുക്കുക. അത് ഇളക്കുമ്പോൾ അത് എങ്ങനെ ആവേണ്ടതെന്ന് വെച്ചാൽ നല്ല നമ്മൾ കറിക്കൊക്കെ ഉള്ളി വയറ്റില്ല അതേപോലെ ആവരുത്. ഒരു മുരിമുരി നമ്മൾ കറി മൂപ്പിക്കാനൊക്കെ ഇടില്ല അതേപോലെ മുരിമുരി ആവണം. അതായത് നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ സൗണ്ട് വരും, ആ മുരിഞ്ഞതിൻ്റെ ഒരു സൗണ്ട് വരും. ആ ഒരു സൗണ്ട് വരുന്ന സമയത്ത് ചിക്കൻ ആഡ് ചെയ്യുമ്പോൾ ചെറിയ പീസാക്കാൻ പറ്റും. മാക്സിമം എത്ര ചെറുതാക്കും അത്രയും ചെറുതാക്കുക. അതാണ് അതിൻ്റെ ടേസ്റ്റ്. വലുതാക്കിയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് കിട്ടില്ല. നല്ല കുഞ്ഞേ പീസാക്കിയിട്ട് വേണം ഇതിലേക്ക് ഇടാൻ. എന്നിട്ട് ആ ചിക്കൻ ഇട്ടതിന് ശേഷം അതും നല്ല മസാലയൊക്കെ അതിൻ്റെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല ഇളക്കി കൊടുക്കണം, നല്ല മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് വേപ്പിൻ്റെ ഇല പൊട്ടിച്ചിട്ടുണ്ട്, പിച്ചി ഇടുക. അപ്പോഴാണ് അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഇറങ്ങുള്ളൂ. അങ്ങനെ ഇടുന്നതായിട്ട് നല്ലത്, ബെറ്റർ ഇങ്ങനെ പൊട്ടിച്ചിടുന്നതാണ്. പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പ് ആഡ് ചെയ്തിട്ട് പിന്നെയും ഒന്ന് നമ്മൾ നന്നായിട്ട് എല്ലായിടത്തും എത്താവുന്ന രീതിയിൽ പിന്നെയും മിക്സ് ചെയ്ത് കൊടുക്കണം. വേപ്പിൻ്റെ ഇല എത്രയോ ഇടുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല. വെള്ളം യൂസ് ചെയ്യാതെ ഇത് അടച്ചു വെച്ചിട്ട് നല്ല ഡ്രൈ ആക്കി എടുക്കണം. വേവുന്ന വരെ അടച്ചു വെക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ വേവ് അറിയാലോ. എന്നിട്ട് അത് തുറന്നതിന് ശേഷം നല്ല ഇളക്കി കൊടുക്കുക. നല്ല ഡ്രൈ ആവുന്ന വരെ മുരിഞ്ഞൊരു ക്രിസ്പി പോലെ ആവണം. അതാണ് അതിൻ്റെ ഒരു ലാസ്റ്റത്തെ സ്റ്റേജ് പറഞ്ഞാൽ. നല്ല ഇളക്കി കൊടുത്ത് നല്ല ഡ്രൈ ആക്കി മൊരിച്ചെടുക്കണം. ഇതിൽ എണ്ണ ഞാൻ ഒഴിച്ച കോക്കനട്ട് ഓയിലാണ് അത് കാണുന്നത്, അതെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നല്ല ഡ്രൈ ആക്കിയിട്ട് മൊരിച്ചെടുക്കുക. അതാണ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. വെറുതെ നമുക്ക് ചിപ്സ് പോലെ തന്നെ എടുത്ത് കഴിക്കാൻ പിന്നെ ഒരു ഐറ്റം കിട്ടാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.